നടൻ കലാഭവൻ നവാസിന്റെ പെട്ടെന്നുള്ള വേർപാട് താരത്തിന്റെ കുടുംബത്തെ ആകെ ഇരുട്ടിലാക്കി. ഒരു വർഷം മുമ്പ് മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തി നവാസിനെ കൊണ്ടുപോവുകയായിരുന്നു. ഭർത്താവിന്റെ മരണത്തോടെ ആകെ ഉലഞ്ഞുപോയത് ഭാര്യയും നടിയുമായ രഹന നവാസാണ്. കുറച്ചു മാസക്കാലം മുറിക്ക് പുറത്തുപോലും ഇറങ്ങാതെ നവാസിന്റെ ഓർമ്മകളുമായി കഴിയുകയായിരുന്നു രഹന. എന്നാൽ ഇപ്പോൾ മക്കൾക്ക് വേണ്ടി രഹന പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. സിനിമാ അഭിനയത്തിലേക്കും വീണ്ടും ഇറങ്ങുകയാണ്. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത രഹന നവാസ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോടൊപ്പം ഈഴ എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് നവാസിന്റെ വേർപാട് സംഭവിച്ചിരിക്കുന്നത്. ഹാപ്പി ലൂപ്പ് എന്ന സിനിമയിലൂടെയാണ് രഹന വീണ്ടും അഭിനയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നത്. നടിമാരായിട്ടുള്ള സംയുക്ത വർമ്മയും മഞ്ജു വാര്യരും വഴിയാണ് തനിക്ക് ഈ കഥാപാത്രവും സിനിമയും ലഭിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ രഹന എഴുതി. ഉള്ളിലെ കത്തുന്ന തീ അടക്കി വെച്ച് പുറത്ത് ചിരിക്കാൻ താൻ പഠിച്ചു തുടങ്ങിയെന്നും രഹന പറയുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഉള്ളിലെ കത്തുന്ന തീ അടക്കി വെച്ച് പുറത്ത് ചിരിക്കാൻ ഞാനും പഠിച്ചു തുടങ്ങി. ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ മറച്ചുവെച്ച് പെർഫോം ചെയ്യുക ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി അതും പരിശീലിച്ചു. സംയുക്ത വർമ്മ വഴി മഞ്ജു ചേച്ചിയാണ് എനിക്ക് ഈ ക്യാരക്ടർ തന്നത്. എനിക്ക് വർക്ക് ചെയ്യാനുള്ള ശക്തിയില്ലെന്ന് ഞാൻ സംയുക്തയോടും മഞ്ജു ചേച്ചിയോടും സംവിധായകൻ ആനന്ദ് മേനോനോടും പറഞ്ഞിരുന്നു. പക്ഷേ അവർ എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ എന്നെ സഹായിച്ച സംയുക്തയോടും മഞ്ജു ചേച്ചിയോടും ആനന്ദ് മേനോനോടും ആഷിഖ് ഐമറോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നവാസ്കയുടെ ആത്മാവിൻ്റെ കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് സഹകരിച്ച സെറ്റിൽ ഇങ്ങനെയാണ് രഹന തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിച്ചത്. ഉമ്മച്ചി സ്ട്രോങ് ആയില്ലെങ്കിൽ ഞങ്ങളില്ല എന്നാണ് രഹനയുടെ കുറിപ്പ് വായിച്ച് നവാസിൻ്റെ മക്കൾ പറഞ്ഞത്. വാപ്പച്ചി ഉള്ളപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ ഉമ്മച്ചി ആവണം. ഉമ്മച്ചി ഹാപ്പി ആയാലേ വാപ്പച്ചിയുടെ ആത്മാവ് ഹാപ്പി ആവൂ. അതുകൊണ്ട് വാപ്പച്ചീൻ്റെ ആത്മാവിൽ സന്തോഷിക്കൂ. വാപ്പച്ചി എപ്പോഴും കൂടെയുണ്ട് ഡിയർ. റീ എൻട്രി കൊണ്ട് ദൈവം ഉമ്മച്ചിയെ അനുഗ്രഹിക്കട്ടെ എന്നും മക്കൾ കുറിച്ചു. മക്കളുള്ളത് കൊണ്ട് മാത്രമാണ് രഹന വലിയൊരു ദുരന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നത്. നവാസ് ഒപ്പമില്ലാത്ത നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും രഹനയ്ക്ക് കഴിയുമായിരുന്നില്ല. വീണ്ടും സിനിമയിൽ സജീവമാകാൻ പോകുന്ന രഹനയ്ക്ക് നടി സംയുക്ത വർമ്മ അടക്കമുള്ള താരങ്ങളും ആരാധകരും എല്ലാം ആശംസകൾ നേർന്നു. ധൈര്യമായി ഇരിക്കൂ എന്നാണ് സംയുക്ത വർമ്മ കുറിച്ചത്. ഹാപ്പി ലൂപ്പ് ഏറെ സന്തോഷം നൽകിയ ലൊക്കേഷനാണ്. അതിൽ രഹനയുമായുള്ള സൗഹൃദം വിലമതിക്കാനാകാത്തതാണ്. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാനാകട്ടെ എന്നാണ് സിനിമയിൽ ഒപ്പം പ്രവർത്തിച്ച ഒരാൾ കുറിച്ചത്. നമ്മൾ തളർന്നാൽ നമ്മുടെ മക്കളും തളരും. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക. ഇതെല്ലാം പടച്ചവൻ്റെ ഒരു പരീക്ഷണമാണ്. തളരാതെ മുന്നോട്ട് പോവുക. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇഷ്ടമുള്ള കലാകാരനാണ് നവാസ്. എപ്പോഴും ആക്റ്റീവായിരിക്കണം. അതാണ് നവാസിക്കാക്കും സന്തോഷം എന്നിങ്ങനെ നീളുകയാണ് കമൻസുകളെല്ലാം.